ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ എടുക്കുക അതാ. വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലും കേക്കില്ല. വൃത്തിയിട്ടവള്. എന്തേ കാണിക്കുന്നേ? എന്തോ ഒരു തിളക്കം. മനസ്സിലെ സന്തോഷ. പിന്നെ എനിക്കിഷ്ടം ഈ ഗാഥയെ കേട്ടോ. സിമ്പിളായ ചെറിയ ചെറിയ വാക്കുകളിൽ സംസാരിക്കുന്ന, സംസാരത്തിലെ സ്വീറ്റ്നെസ് ഉള്ള ഈ ഗാഥ. ഇനി ഒരിക്കലും ഇന്നലെ കണ്ട ഗാഥ ആവരുത്. ഇത് തന്നെ മതി. പിന്നെ എന്റെ സ്വഭാവത്തില് തനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചേഞ്ച് ചെയ്യേണ്ട എന്തെങ്കിലും? ഇല്ല. അല്ല, അങ്ങനെ പെട്ടെന്ന് മറുപടി ഒന്നും പറയണ്ട. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നവീനെ പോലെ ഒരാള് ഒരു പെൺകുട്ടിയുടെ ഭാഗ്യ. ദൈവം മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചാലേ ഒരാൾക്ക് നവീനെ സ്വന്താക്കാൻ പറ്റൂ. എനിക്കതിനുള്ള ഭാഗ്യമുണ്ട്. ഈ സ്നേഹം എനിക്ക് കുറച്ചെങ്കിലും കിട്ടിയല്ലോ. ബാക്കിയോ? ബാക്കി ഞാൻ ആർക്കാ കൊടുക്കുക? എല്ലാം തനിക്ക് തന്നെ. അയ്യോ നേരം വൈകി. ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. എന്തെങ്ങനെ ചിരിക്കുന്നേ? അല്ല, ചില കാമുകിമാര് കൂടെ നിൽക്കുന്ന കാമുകന്മാരോട് പറയും, അച്ഛൻ വരുമ്പോ ഞാൻ വീട്ടിലില്ലെങ്കിൽ ശരിയാവില്ല, പോട്ടെ എന്നൊക്കെ. ഇതേതാണ്ട് അതേപോലെ എനിക്ക് തോന്നി. എടോ, വീട്ടിലേക്ക് പോകാൻ വൈകിയാൽ എന്താ? നമ്മൾ ഒരുമിച്ചല്ലേ? അതെ, എന്നാലും നമുക്ക് പോവാം. എന്നിട്ടേ നവീൻ എന്നെ വഴിയിൽ എവിടെയെങ്കിലും വിട്ടിട്ട് ഓഫീസിലേക്ക് പൊയ്ക്കോ. ഇനി എന്താ ഓഫീസിൽ? അല്ല, മാണിക്കുഞ്ഞ് നോക്കിയ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണ്ടേ? അപ്പോഴേക്ക് ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. ബാ, എണീറ്റേ. മാണിക്കുഞ്ഞ് എനിക്ക് പകരം ഒരു കാര്യം ചെയ്താലേ അത് പിന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് ആയിരിക്കും. അല്ല, നമുക്കിപ്പോ വീട്ടിലേക്ക് തന്നെ പോണോ? പിന്നല്ലാതെ. ഇവിടെ അടുത്ത് എൻ്റെ ഒരു പരിചയക്കാരൻ്റെ ഹോട്ടലുണ്ട്. നല്ല വൈബുള്ളൊരു ഹോട്ടലാ. നമുക്ക് നേരെ അവിടെ ചെന്ന് ഒരു റൂമൊക്കെ എടുത്ത് ഒന്ന് കൂടിയാലോ? എന്നിട്ട് നമുക്ക് നാളെ രാവിലെ തിരിച്ചു പോവാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, അതൊന്നും ശരിയാവില്ല. ദേ വന്നല്ലോ വീണ്ടും ആ കാർമുകില്. എന്നാ പിന്നെ തന്നെ ഞാൻ ടെൻഷൻ ആക്കുന്നില്ല. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അയ്യോ നവീൻ, എഴുന്നേറ്റ് പാടോ. വന്നേ നവീൻ. വാ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? വീട്ടിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഗാഥ ഉണ്ടാവില്ലേ? ഇതാരെ താനീ വിളിക്കുന്നത്? അത് മനസ്സിലായി, മമ്മിയല്ലേ? സന്തോഷമുള്ള കുറച്ച് നിമിഷങ്ങൾ വന്നാലേ ഏറ്റവും കൂടുതൽ വിളിച്ചറിയിക്കാനുള്ളത് മമ്മിയെ തന്നെയാണല്ലോ. എന്തായാലും തൽക്കാലം മമ്മിയും മോളും തമ്മിലുള്ള സംസാരം വേണ്ട. ഇപ്പൊ കൂടെ ഇരുന്ന് സംസാരിക്കാനേ ഞാനുണ്ട്. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് മമ്മിയെ വിളിക്കാം. ഓക്കെ? അതെ, മമ്മിയെ വിളിക്കാൻ സമ്മതിക്കാത്തതിൽ എന്നോട് വിഷമം തോന്നണ്ട കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തില് വല്ലപ്പോഴും വീണ് കിട്ടുന്ന നിമിഷങ്ങളായത്. തൽക്കാലം അത് ആർക്കും കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. അല്ല, ഇത്രയും നേരം കുഴപ്പമൊന്നുമില്ലാതിരുന്ന ആളാണല്ലോ. ഇപ്പൊ വണ്ടി കയറിയപ്പോ എന്തോ പരിഭ്രമിച്ച പോലെ. ഒന്നുമില്ല. എന്തിനാ എനിക്ക് പരിഭ്രമം? ഒന്നുമില്ലാന്ന് കേട്ടാ മതി. ഈശ്വര, ഇനി എന്ത് ചെയ്യും? നവീൻ, ഒന്ന് വണ്ടി നിർത്തോ? നിർത്ത് നവീൻ. എന്തോ പറ്റി? അവിടെ പേരയ്ക്ക് വിൽക്കുന്നത് കണ്ടോ? എനിക്കൊന്ന് വാങ്ങിച്ചു തരുമോ? ഇതെന്തൊരു ചോദ്യോടോ? തനിക്ക് വാങ്ങിച്ചു തരുമെന്നോ? താൻ ഇറങ്ങി. പേരയ്ക്കല്ല, പേരത്തോട്ടം തന്നെ തനിക്ക് ഞാൻ വാങ്ങിച്ചു തരും. ഞാൻ ഇറങ്ങുന്നില്ല. നവീൻ പോയി വാങ്ങിച്ചോണ്ട് വന്നാ മതി. എടോ വാടോ, നമുക്ക് ഒന്നിച്ചൊക്കെ ഒന്ന് പോവാം. അത് രസമല്ലേ?
ഒന്ന് പോയിട്ട് വാ നവീൻ. നവീന് പോയിട്ട് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ വണ്ടി വിട്ടോളൂ. അത് ശരി. താനൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നടത്താതെ പോവാനോ? താനിവിടെ ഇരുന്നോ. പേരയ്ക്ക് എത്ര വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വാങ്ങിച്ചോണ്ട് വരാം. അതെ, എനിക്ക് 1-2 എണ്ണം മതി. എന്നാ പിന്നെ ശരി. അയ്യോ, എടുക്കുക അതാ. വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലും കേക്കില്ല. വൃത്തിയിട്ടവള്. എന്തേ കാണിക്കുന്നേ? പേരയ്ക്ക വാങ്ങിക്കാൻ കൂടെ ഇറങ്ങില്ല എന്ന് പറഞ്ഞത് മനസ്സിലായി. ആ സമയം കൊണ്ട് താൻ മമ്മിയെ വിളിച്ചല്ലേ? ദാ, പ്രിയപ്പെട്ട പേരയ്ക്ക, കഴിച്ചു തുടങ്ങിക്കോ. അതെ, ഇങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അത് കൃത്യസമയത്ത് പറഞ്ഞോളാം കേട്ടോ. അത് നടത്തി തരുമ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? മുത്തശ്ശി, എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല ചേർച്ചയുണ്ട്. ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഡ്രസ്സ് ധരിക്കുന്നതാ നവീൻ ഇഷ്ടമെന്ന് പറഞ്ഞു. നവീന്റെ ഇഷ്ടാണല്ലോ ഞാൻ നോക്കേണ്ടത്. ഉം. നീ എങ്ങനെ വേഷം കെട്ടിയാലും നവീന്റെ മനസ്സിലുള്ളവളാവാൻ പറ്റില്ല. മുത്തശ്ശി എന്താ ആലോചിക്കുന്നെ? ഏയ്, ഒന്നുമില്ല മോളെ. ഞാൻ എന്താ റെഡിയായിട്ട് നിൽക്കുന്നേന്നറിയാമോ? നവീൻ ഇന്ന് നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പുറത്തു പോവാ. ആഹാ, എവിടേക്കാ ഗാദി പോകുന്നേ? ഏതെങ്കിലും സർപ്പക്കാവിലേക്കാണോ? ആയിരിക്കും അമ്മേ. പേടി മാറണമല്ലോ. പക്ഷെ ഈ ഡ്രസ്സിനൊരു കുഴപ്പമുണ്ടല്ലോ. എന്തു കുഴപ്പം? പൊതുവെ ഈ പാമ്പുകൾക്കൊക്കെ പച്ച നിറത്തിനോടൊരു അട്രാക്ഷൻ ഉണ്ട്. എന്നാ അത് കലക്കി. അല്ലെങ്കിലേ ഇവിടെ പാമ്പിനെ കൊണ്ട് സൗകര്യമില്ല. ഇനിയിപ്പോ ഇതും കൂടി ആവുമ്പോ പെണഞ്ഞങ്ങ് കേറിക്കോളും.